വെൽക്കം ടു ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ ബിസിനസ് റിസ്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. റിസ്ക് നമുക്കറിയാം, നമുക്ക് എല്ലായിടത്തും റിസ്ക് ഉണ്ട് അല്ലേ? എന്താണ് റിസ്ക്? ചില അൺഎക്സ്പെക്റ്റഡ് ആയ ഈവൻറ്റ്സ് സംഭവിക്കുന്നു, തന്മൂലം നമുക്കൊരു നഷ്ടം സംഭവിക്കുന്നു. ഓക്കെ, അപ്പം അതിനെ നമ്മൾ റിസ്ക് എന്ന് പറയും. നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ അവിടെ റിസ്ക് വളരെ കൂടുതലാണ് ബിസിനസ്സിൽ. ബിസിനസ്സിൽ റിസ്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പോസിബിലിറ്റി ഓഫ് ഇനാഡിക്വേറ്റ് പ്രോഫിറ്റ്സ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ്. അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ലാഭം കിട്ടാതെ വരുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ ഈവൻ നഷ്ടം വരുന്നു. നമ്മൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയെ, കഴിഞ്ഞ മാർച്ച് മാസം 1-ാം തീയതി നോക്കുക. നമ്മളിങ്ങനെ കൊറോണ വരുമെന്ന് ആരും വിചാരിച്ചില്ല, ഇങ്ങനെ ലോക്ക്ഡൗൺ വരുമെന്ന് ആരും ചിന്തിച്ചില്ല അല്ലേ? പലരും ബിസിനസ് തുടങ്ങിയ ആ സമയത്തൊക്കെ ബിസിനസ് തുടങ്ങിയ ധാരാളം ആൾക്കാരുണ്ട്. അതിൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ട് വരികയുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ഈവൻ്റ് ആയിരുന്നു ഈ കൊറോണ. ഓക്കെ, ദിസ് ഈസ് എ റിസ്ക്. ഇതൊരു ബിസിനസ്സിൻ്റെ ഒരു റിസ്ക് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ ആണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതും ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ വരുന്നതും. So business enterprises face two types of risks: speculative risk and pure risk. രണ്ട് തരത്തിലുള്ള റിസ്ക് ആണ് ബിസിനസ്സിലുള്ളത്, സ്പെക്കുലേറ്റീവ് റിസ്ക് ആൻഡ് പ്യുവർ റിസ്ക്. നമുക്ക് എന്താണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് നോക്കാം. സ്പെക്കുലേറ്റീവ് റിസ്ക്, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷെയർ മാർക്കറ്റ് കേട്ടിട്ടുണ്ടാവും. ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഷെയർ എടുക്കുന്നു. ഷെയർ എടുക്കുമ്പോൾ നമ്മൾ ഒരു 100 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങി. ഇതിൻ്റെ വില 100-ൽ കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. ഓക്കെ, പ്രൈസ് ഫ്ലക്ച്വേഷൻ വരാം. ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ്. ഓക്കെ, പ്രൈസ് കൂടിയാൽ നമുക്ക് ലാഭം കിട്ടും, കുറഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. 100 രൂപയിൽ കൂടുതൽ നമ്മൾ വിൽക്കുമ്പോൾ 100 രൂപയിൽ കൂടുതൽ കിട്ടിയാൽ നമുക്ക് ലാഭം കിട്ടും, 100 രൂപയിൽ കുറഞ്ഞു പോയാൽ നമുക്ക് നഷ്ടം വരും. ഇത്തരത്തിലുള്ള ഒരു റിസ്കിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെക്കുലേറ്റീവ് റിസ്ക് ഇൻവോൾവ്സ് ബോത്ത് ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ആസ് വെൽ ആസ് പോസിബിലിറ്റി ഓഫ് ലോസ്. നമുക്ക് നേട്ടം, ലാഭം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്, അതേസമയം നഷ്ടം വരാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, സ്പെക്കുലേറ്റീവ് റിസ്ക് ഇൻവോൾവ്സ് ബോത്ത് ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ആസ് വെൽ ആസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. So the speculative risk arises as a result of change in market conditions. മാർക്കറ്റ് കണ്ടീഷൻസിൽ വരുന്ന മാറ്റങ്ങൾ, ഉദാഹരണത്തിന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ causes the speculative risk. മറ്റൊന്ന് ചേഞ്ച് ഇൻ പ്രൈസ്, വിലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ചേഞ്ച് ഇൻ ടേസ്റ്റ്സ് ആൻഡ് ഫാഷൻസ്. ഓക്കെ, speculative risk arise due to all these reasons. Then favorable market conditions may result in gain, whereas unfavorable market conditions result in losses. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസ് നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ നമുക്ക് ലാഭം കിട്ടും, അൺഫേവറബിൾ ആണെങ്കിൽ നമുക്ക് നഷ്ടം വരും. അപ്പോൾ സ്പെക്കുലേറ്റീവ് റിസ്ക് ഇൻവോൾവ്സ് ബോത്ത് ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ആസ് വെൽ ആസ് പോസിബിലിറ്റി ഓഫ് ലോസ്. നമുക്ക് ലാഭം കിട്ടാനും നഷ്ടം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്യുവർ റിസ്ക് ആണ്. പ്യുവർ റിസ്ക്, ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫയർ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീ പിടിച്ചു അല്ലേ? ഒരു അപ്രതീക്ഷിതമായ അൺഎക്സ്പെക്റ്റഡ് ഈവൻ്റ് ആണ്. ഒരു ബിസിനസ്സിന് തീ പിടിച്ചു. തീ പിടിച്ചാൽ നമുക്കറിയാം ബിസിനസ്സിന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കും. തീ പിടിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമോ? ഇല്ല അല്ലേ? തീ പിടിച്ചില്ല എന്ന് വെച്ചാൽ നമുക്ക് ലാഭമൊന്നും കിട്ടില്ല. തീ പിടിച്ചാൽ പക്ഷേ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് ആണ്. പ്യുവർ റിസ്ക് ഇൻവോൾവ്സ് ഓൺലി ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ ദർ ഈസ് നോ ലോസ്. ആ ഈവൻ്റ് സംഭവിച്ചാൽ നഷ്ടം, സംഭവിച്ചില്ലെങ്കിൽ നഷ്ടമില്ല. ഓക്കെ, ലോസ് ഓർ നോ ലോസ്. ഓക്കെ, പ്യുവർ റിസ്ക് ഇൻവോൾവ്സ് ഓൺലി ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ നോ ലോസ്. ഒന്നുകിൽ നഷ്ടം വന്നു, ഇല്ലെങ്കിൽ നഷ്ടമില്ല. മോഷണം മറ്റൊരു എക്സാമ്പിളാണ്. തെഫ്റ്റ്, മോഷണം നടന്നാൽ നമുക്ക് നഷ്ടം വന്നു, മോഷണം നടന്നില്ലെങ്കിൽ നമുക്ക് ലാഭമൊന്നുമില്ല, നമുക്ക് നഷ്ടമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചാൻസ് ഓഫ് ഫയർ,
strike. These are examples for pure risk. Their occurrence results in losses, whereas non-occurrence may explain absence of loss. അത് സംഭവിച്ചാൽ നഷ്ടം, സംഭവിച്ചില്ലെങ്കിൽ നഷ്ടമില്ല. Okay, that is a pure risk. Then next, nature of business risk. Business riskന്റെ സ്വഭാവം എന്താണ്? ഒന്ന്, റിസ്ക് അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് അൺസർട്ടനിറ്റീസ്. അൺസർട്ടനിറ്റി ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേച്ചർ. പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ മോഷണം നടക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് രാത്രി 12 മണിക്ക് കള്ളൻ കയറും ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കള്ളൻ കയറാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, ഒന്നും ഇതിന് ഉറങ്ങാതെ കാവലിരിക്കും, അല്ലെ? നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് വരുന്നത്. ഓക്കെ, ഈ നാളെ കൊടുങ്കാറ്റടിക്കുമെന്ന് പറഞ്ഞാലോ, നമുക്ക് ഇപ്പോൾ സാങ്കേതിക വിദ്യയൊക്കെ വികസിച്ചു, ഉപഗ്രഹങ്ങളൊക്കെ വിന്യസിച്ചു, അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി എന്ന് വെച്ചാൽ ഒരാഴ്ച മുൻപേയൊക്കെ അറിയാം കൊടുങ്കാറ്റ് വരുന്നുണ്ടോ എന്നൊക്കെ, പെരുമഴ വരുന്നുണ്ടോ, ഫ്ലഡ് വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കുറച്ചൊക്കെ മുൻകൂട്ടി അറിയാൻ കഴിയുന്നുണ്ട്. സോ വി വിൽ ടേക്ക് ഓൾ പ്രിക്കോഷൻസ്. പക്ഷെ എല്ലാ റിസ്ക്കും നമുക്ക് ഇങ്ങനെ മുൻകൂട്ടി കാണാൻ കഴിയില്ല. ഓക്കെ, കൊറോണ ഒരു എക്സാമ്പിൾ ആണ്. വി കുഡ് നോട്ട് ആന്റിസിപ്പേറ്റ് സച്ച് ആൻ ഇവന്റ്. ഈ അൺസർട്ടനിറ്റി ഈസ് വൺ important feature of a business risk. Second is, risk is an essential part of every business. ഒരു ബിസിനസ് തുടങ്ങിയാൽ എല്ലാ ബിസിനസ്സുകൾക്കും റിസ്ക് ഉണ്ട്. Okay, no business is free from risk. So every business face some risks. Then third is, degree of risk depends on nature and size of the business. ഡിഗ്രി ഓഫ് റിസ്ക്. ഇപ്പോൾ ബിസിനസ്സിന് എല്ലാ ബിസിനസ്സുകൾക്കും റിസ്ക് ഉണ്ട്. ചില ബിസിനസ്സുകൾക്ക് കൂടുതൽ റിസ്ക് ആണ്, മറ്റു ചിലതിന് റിസ്ക് കുറവാണ്. അപ്പം അത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ബിസിനസ്. ആൻഡ് ദ ലാസ്റ്റ്, പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. ലാഭം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. ദ മോർ ദ പേഴ്സൺ ഈസ് ടേക്കിംഗ് റിസ്ക്, ദ മോർ ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ കൂടുതൽ ലാഭം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. ഈ 4 എണ്ണമാണ് നേച്ചർ, ബിസിനസ് റിസ്കിന്റെ നേച്ചർ. ഒന്ന്, റിസ്ക് അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് അൺസർട്ടനിറ്റീസ്. Then risk is an essential part of every business. Third, degree of risk depends on the nature and size of business. And last, profit is the reward for risk taking. Next, causes of business risks. 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ബിസിനസ് റിസ്കിന് ഉള്ളത്. ഒന്നാമത്തേത് നാച്ചുറൽ കോസസ്. സെക്കൻഡ്, ഹ്യൂമൻ കോസസ്. തേർഡ്, എക്കണോമിക് കോസസ് ആൻഡ് അതർ കോസസ്. ടേക്ക് ദ ഫസ്റ്റ് വൺ, നാച്ചുറൽ കോസസ്. നാച്ചുറൽ കോസസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? തണ്ടർ സ്റ്റോം, ഫ്ലഡ്, earthquake. Okay, these are natural causes. These risks arise as a result of some natural phenomena or natural calamities. പ്രകൃതി ദുരന്തങ്ങൾ മൂലം വരുന്ന സാമ്പത്തിക നഷ്ടങ്ങളെയാണ് നാച്ചുറൽ കോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് നാച്ചുറൽ കോസസ് മേ റിസൾട്ട് ഇൻ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മുടെ സമ്പത്തിനും ജീവനും ഒക്കെ അപകടം വരുത്തുന്നതാണ് പല നാച്ചുറൽ കോസസ്. സെക്കൻഡ് ഈസ് ഹ്യൂമൻ കോസസ്. ദ ഹ്യൂമൻ ഫാക്ടർ ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ലോസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിന് സാമ്പത്തിക നഷ്ടം വരുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഹ്യൂമൻ. അതിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ അവരുടെ നെഗ്ലിജൻസ് on the part of employees or carelessness on the part of employees are the most important factors of this cause. Okay, ഇന്നലെ ഒരു ബസ് അപകടം നടന്നു. ഡ്രൈവറുടെ ഒരു കെയർലെസ്നെസ് ആണ് അപകടത്തിന് ഒരു കാരണം. ഓക്കെ, അപ്പോൾ അവിടെ സാമ്പത്തിക നഷ്ടമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആണ്, പ്രതീക്ഷിക്കുന്നില്ല. അപകടം വരുന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ ആരെങ്കിലും കയറും? നമുക്ക് അപകടം നടക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ബസ്സിൽ കയറില്ല, അല്ലെ? അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. അതിന് കാരണമായത് എന്താണ്?
ദാറ്റ് ഇസ് എ ഹ്യൂമൻ കോസ്. ഓക്കെ, ഡ്രൈവറുടെ അശ്രദ്ധയാണ്. ദെൻ തേർഡ്, എക്കണോമിക് കോസസ്. Economic causes related to chances of loss due to changes in the market conditions. മാർക്കറ്റ് കണ്ടീഷൻസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് വരുന്ന ചില സാമ്പത്തിക നഷ്ടങ്ങൾ ആണ് എക്കണോമിക് കോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലക്ച്വേഷൻസ് ഇൻ ദി മാർക്കറ്റ്, ചേഞ്ച് ഇൻ ടേസ്റ്റ്സ് ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ദ പീപ്പിൾ, പ്രിഫറൻസസ് ഓഫ് ദ പീപ്പിൾ എറ്റ്സെട്ര. ആളുകളുടെ പ്രിഫറൻസസ് മാറി, ഫാഷൻ മാറി, അവരുടെ ടേസ്റ്റ് ആൻഡ് ഹാബിറ്റ്സ് മാറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മാർക്കറ്റ് കണ്ടീഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. These are the economic causes. Then all these have a direct impact on the earnings of the business. നേരിട്ടൊരു ബിസിനസ്സിന്റെ ഏർണിങ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള എക്കണോമിക് കോസസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് അതർ കോസസ്. മറ്റു ചില കാരണങ്ങൾ. ടെക്നിക്കൽ ഫെയിലിയേഴ്സ് വരാം ബിസിനസ്സിൽ. ടെക്നിക്കൽ ഫെയിലിയേഴ്സ്, മെഷീൻസ് ബ്രേക്ക് ഡൗൺ ആകാം. ഓക്കെ, പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസസ് വരാം, മെക്കാനിക്കൽ ഫെയിലിയേഴ്സ്, പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസസ് or technical disabilities. These are the other causes of business risks. Okay, then നമ്മൾ ബിസിനസ് എന്താണെന്ന് പഠിച്ചു, ബിസിനസിന്റെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ബിസിനസ്സിൽ റിസ്ക് ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ് റിസ്ക് ആണുള്ളതെന്നും പഠിച്ചു. അപ്പോൾ നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു റിസ്കി വെഞ്ചർ ആണ്. അപ്പോൾ റിസ്ക് എടുക്കുന്നതനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയുമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു എംപ്ലോയീസിനേക്കാളും അല്ലെങ്കിൽ ഒരു കോളേജ് പ്രൊഫസറോ ജില്ലാ കളക്ടറോ ഒക്കെ അവരെക്കാളും ഒക്കെ അധികം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ദർ ഇസ് പോസിബിലിറ്റി. സോ നമുക്കൊരു ബിസിനസ് തുടങ്ങാം. എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം, അതിന് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഒന്നാമത് ചെയ്യേണ്ടത് സെലക്ഷൻ ഓഫ് എ ലൈൻ ഓഫ് ബിസിനസ്. എന്ത് ബിസിനസ്സിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്? വി ഹാവ് ടു സെലക്ട് എ ലൈൻ ഓഫ് ബിസിനസ്. എന്ത് ബിസിനസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്? ടെക്സ്റ്റൈൽ ഷോപ്പ് ഇടണോ? നമ്മളൊരു കടയിൽ, നമ്മളിപ്പം പലതരത്തിൽ മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങാം, ട്രേഡിംഗ് ബിസിനസ് നടത്താം, സർവീസ് ഫേംസ് തുടങ്ങാം. ഓക്കെ, എനി ബിസിനസ്സസ് ക്യാൻ ബി സ്റ്റാർട്ടഡ്. അപ്പോൾ അതിൽ ഏത് ലൈൻ ഓഫ് ബിസിനസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതാണ് ഒന്നാമത്തെ നമ്മുടെ ഫാക്ടർ. നമ്മൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക? മോസ്റ്റ് പ്രൊമിസിങ്, ഏറ്റവും ലാഭം നമുക്ക് നേടിത്തരുന്നത് ഏത് ലൈനാണോ ആ ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഒരു ലൈൻ ഓഫ് ബിസിനസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി ഫേം ഡിസൈഡ് ചെയ്യണം. നമ്മുടെ ഫേമിന് എത്ര സൈസ് ഉണ്ടാവണം. അത് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസിനെയൊക്കെ അനുസരിച്ചിരിക്കും. നമുക്ക് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ, നമ്മുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുപോലെ മാർക്കറ്റിൽ നമുക്ക് വിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സർവീസിന്റെ ക്വാണ്ടിറ്റി, ഇതിനെയൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഒരു ബിസിനസിന്റെ സൈസ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫോം ഓഫ് ഓണർഷിപ്പ് ആണ്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ് എന്തൊക്കെ തരത്തിലുള്ള ഓണർഷിപ്പ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ബിസിനസ് നടത്താം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരനെയും കൂടെ കൂട്ടാം, രണ്ടുപേരും കൂടി ബിസിനസ് നടത്തുന്നു, അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയും. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് കുറെ പേരെ കൂട്ടി ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ വി ഹാവ് ടു ഡിസൈഡ് ദ ഫോം ഓഫ് ഓണർഷിപ്പ് ഓഫ് ദി ബിസിനസ്. ദെൻ ഫോർത്ത് ഫാക്ടർ ഈസ് ദ ലൊക്കേഷൻ ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ലൊക്കേഷൻ ഓഫ് എ ബിസിനസ് എന്റർപ്രൈസ്. എവിടെയാണ് ഈ ബിസിനസ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അത് ബിസിനസിന്റെ നേച്ചർ അനുസരിച്ചും എന്ത് ബിസിനസ് ആണെന്നനുസരിച്ചും ഒക്കെയാണ് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ. എവിടെ നിന്നാണ് അതിന്റെ ഫിനാൻസ് നമ്മൾ റേസ് ചെയ്യേണ്ടത്? നമുക്ക് ബാങ്കിൽ നിന്ന് റേസ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യാം കമ്പനിയൊക്കെ ആണെങ്കിൽ. ഓക്കെ, or loans can be raised from our friends and relatives, so we can apply any source. So we have to decide the amount of capital required. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് വേണം? എത്ര ക്യാപിറ്റൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന് അസസ് ചെയ്യണം.
അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം എവിടെ നിന്നൊക്കെ ഈ ക്യാപിറ്റൽ റേസ് ചെയ്യണം, ദ സോഴ്സസ് ഫ്രം വിച്ച് ദീസ് ക്യാപിറ്റൽ ക്യാൻ ബി റേസ്ഡ്. Then next factor is the physical facilities. What are the assets required in the business? എന്തൊക്കെ അസറ്റ്സ് ആണ് ബിസിനസ്സിൽ വേണ്ടത്? ഓക്കെ, ഈ അസറ്റ്സ് നമ്മൾ എങ്ങനെ ബ്രോക്കർ ചെയ്യും? ഓക്കെ, സോ ദിസ് ഈസ് എ ഡിസിഷൻ റിലേറ്റിംഗ് ടു ദി അസറ്റ്സ് ഓഫ് ദി ബിസിനസ്. ഫിക്സ്ഡ് അസറ്റ്സ്, എന്തൊക്കെ ഫിക്സ്ഡ് അസറ്റ്സ് ആണ് ബിസിനസ്സിൽ ആവശ്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. Then next we have to draw a planned layout. Planned layout നമ്മൾ തയ്യാറാക്കുമ്പോൾ we have to ensure the smooth flow of raw materials and finished products. ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ ഒരു പ്ലാന്റ് ലേഔട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഇൻപുട്ട് കൊടുക്കാൻ ഈസി ആയിരിക്കണം. അതുപോലെ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ലഭിക്കുന്നതും വളരെ ഈസി ആയിട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഒരു പ്ലാന്റ് ലേഔട്ട് തയ്യാറാക്കുക. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസിൻ്റെ പ്രവർത്തന ചെലവ് കുറയ്ക്കാൻ ഈ പ്ലാന്റ് ലേഔട്ട് എഫക്റ്റീവായ ഒരു പ്ലാന്റ് ലേഔട്ടിന് സാധിക്കും. Then next, competent and committed workforce. Next we have to find out the workers for the business. നല്ല കഴിവുള്ള സത്യസന്ധരായ ജീവനക്കാരെ നമ്മൾ കണ്ടെത്തണം. കമ്മിറ്റഡ് ആയ വർക്ക്ഫോഴ്സിനെ കണ്ടെത്തണം. ഓക്കെ, ദറ്റ് ഇസ് അനദർ factor for starting a business. Then next is tax planning. We have to give many taxes to the government. VAT ഉണ്ട്, GST and income tax. Mainly these two taxes are there. We have to frame some tax planning. ഗവൺമെന്റ് ചില ഇളവുകളൊക്കെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചില ഇളവുകളൊക്കെ അനുവദിക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കി ഒരു ടാക്സ് പ്ലാനിങ് തയ്യാറാക്കുക എന്നുള്ളതും വളരെ അടുത്ത നെക്സ്റ്റ് ഫാക്ടറാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ലോഞ്ചിങ് ദി എന്റർപ്രൈസ്. ബിസിനസ് എന്റർപ്രൈസ് മുകളിൽ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും പരിഗണിച്ച് ഏറ്റവും ഒടുവിലാണ് നമ്മൾ ബിസിനസ് എന്റർപ്രൈസ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ with this we have studied an introduction about the business. എന്താണ് ബിസിനസ് എന്ന് പഠിച്ചു, ബിസിനസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ അവസാനം പഠിച്ചത്. ഓക്കെ, സോ we have to read all these notes. എഴുതി വെച്ച നോട്ട്സ് വായിച്ചു നോക്കുക. Okay, if you have any doubts, you are free to clear your doubts. You can ask by sending just a message. Okay, thank you for listening this class.